തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂട് കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. എറണാകുളം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിക്കാൻ BJP ഒരുങ്ങുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ മുഖ്യ പ്രതിപക്ഷമായ BJP മികച്ച സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ CPM കേന്ദ്രങ്ങളിലടക്കം കടന്നുകയറി വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2022 ഉപതെരഞ്ഞെടുപ്പിൽ 2 വാർഡുകൾ CPMൽ നിന്ന് BJP പിടിച്ചെടുത്തിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ് ചേട്ടാ, നമുക്കറിയാം തിരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടി വരികയാണ് കേരളത്തിൽ. അപ്പോഴാണ് നമുക്ക് എറണാകുളം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. മുനിസിപ്പാലിറ്റി മുഖ്യ പ്രതിപക്ഷമാണ് ഇപ്പോൾ BJP. എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ? ശില്പ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ BJPയുടെ ഏറ്റവും കരുത്തുള്ള സ്ഥലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ വലിയ നേട്ടം നമ്മുടെ കൺമുന്നിലുണ്ട്. 17 സീറ്റുകളാണ് BJPക്ക് അവിടെ നിന്ന് 17 വാർഡുകളിലേക്ക് കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. എന്നാൽ അതിനുമപ്പുറം ഏറെ മുന്നേറ്റം ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാർട്ടി തൃപ്പൂണിത്തുറയിൽ ഉണ്ടാക്കി എന്നത് തന്നെയാണ് വലിയ ഒരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. കാരണം 25 സീറ്റുണ്ടായിരുന്ന LDFനെ അതിൽ നിന്ന് 23ലേക്ക് താഴ്ത്താനും 15 സീറ്റുണ്ടായിരുന്ന BJP അത് 2 സീറ്റ് വർദ്ധിപ്പിച്ച് 17ലേക്ക് എത്താനും എല്ലാം തന്നെ ഇടയാക്കിയത് അവിടെ പാർട്ടി ക്രമാനുഗതമായി ഉണ്ടാക്കിയ വലിയ ഒരു മുന്നേറ്റമാണ്. അടിത്തറയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം കൃത്യമായി നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, അതിശക്തമാണ് നിലവിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ. വലിയ അഴിമതി, അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് വലിയൊരു മാള് എന്ന പേരിൽ ഒരു കെട്ടിടം നിർമ്മിച്ച് അത് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ നടക്കുന്ന വലിയ ക്രമക്കേടുകളുണ്ട്. അത്തരം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന നിലവിലെ മുനിസിപ്പാലിറ്റിക്കെതിരെ, തൃപ്പൂണിത്തുറ നഗരസഭയ്ക്കെതിരെ, ഭരണ സംവിധാനത്തിനെതിരെ ജനങ്ങൾക്ക് ഇടയിൽ വലിയൊരു എതിർപ്പുണ്ട്. അതെല്ലാം തന്നെ അനുകൂല ഘടകങ്ങളാകുമ്പോൾ ഇത്തവണ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് മാത്രമല്ല, അതിലേക്ക് നടന്നു കയറാൻ അധികം ദൂരമില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രണ്ടും CPMന്റെ സിറ്റിംഗ് ഡിവിഷനുകളാണ് BJP പിടിച്ചെടുത്തത്. CPM കൗൺസിലർമാരുടെ, LDF കൗൺസിലർമാരുടെ മരണത്തെ തുടർന്നായിരുന്നു തൃപ്പൂണിത്തുറയിൽ 2 തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നത്. ഈ രണ്ടിടത്തും BJP തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു ആ വിജയം എന്നതുകൂടി ഏറ്റവും പ്രധാനമാണ്. കാരണം നഗരപ്രദേശം, നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശത്ത് വലിയ സ്വാധീനമുണ്ട്. തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്ചു ഉൾപ്പെടുന്ന പ്രദേശം BJPയുടെ കൈകളിലാണ്. അമ്പലം വാർഡ്, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ഇരിക്കുന്ന അമ്പലം വാർഡ് BJPയുടെ കയ്യിലാണ്. ചക്കംകുളങ്ങര അടക്കമുള്ള നിർണായകമായ മേഖലകൾ BJP വിജയിച്ച സ്ഥലങ്ങളാണ്. എന്നാൽ അതിനുമപ്പുറം എരൂരും തിരുവാങ്കുളവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടി കടന്നു കയറി അവിടെ കൂടി വിജയം നേടിയതോടുകൂടിയാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നത്. അത് വിജയമായി മാറും, ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് ആത്മവിശ്വാസം നിറഞ്ഞ BJPയുടെ കുതിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ നൽകുന്നത്. ഒട്ടേറെ കമൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രേക്ഷകർ നിരന്തരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മെഗാ സ്നൂപ്പിയുടെ ഒരു ഒബ്സർവേഷൻ, ഈ സർക്കാർ എല്ലാ മേഖലകളിലും അഴിമതി നിറഞ്ഞതും പരാജയപ്പെട്ടതുമാണ്, എന്നിട്ടും ആളുകൾ വീണ്ടും ഈ കുറ്റവാളികൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു നിരാശ നിറഞ്ഞ പ്രതികരണമാണ്. ജയകൃഷ്ണൻ JKSന്റെ പ്രതികരണം, കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് സർക്കാരിനെ കുറ്റം പറയേണ്ട, കുറ്റം അവരുടേതല്ല, കുറ്റം അവർക്ക് അധികാരം കൊടുത്ത പ്രബുദ്ധ മലണ്ടന്മാരുടേതാണ്. മലയാളികൾ ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെടുന്ന സന്ദീപ് G. സാമി പറയുന്നു, ഡോക്ടർ ഹാരിസ് പറഞ്ഞതല്ലേ ശരി, ഒരു രോഗിയെ തറയിൽ കൊണ്ട് കിടത്തുക എന്ന് പറയുന്നത് തന്നെ തെറ്റ്. തീർച്ചയായും സന്ദീപ് ജി തന്നെ പറയുന്നുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ ചെന്ന് നോക്കിയാൽ ആരോഗ്യവകുപ്പിന്റെ ദുരാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ ഗൗരവിന്റെ ഒരു കമന്റ് ഉണ്ട്, ആ ചെറിയ സ്ക്രൂ ഇങ്ങടക്ക് ലേസം കൂടി സരിയാവാനുണ്ട്, ഒരു ടേം കൂടി കൊടുക്കൂ എന്നാണ്. എന്തായാലും പ്രേക്ഷകർ സജീവമായി പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.